നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ എസ്തർ കുട്ടി തൃശൂർ കൊരട്ടിയിൽ നിന്നും എത്തുന്നു. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് ഓൺ സ്റ്റേജ്. ഹായ്. നല്ല ഭംഗിയുള്ള ഉടുപ്പല്ലേ? നല്ല രസമുണ്ട് കാണാൻ. മഞ്ഞ റോസ് മഞ്ഞ റോസ് ആഹാ നീ ജനുവരിയിൽ വിരിയുമോ? വിരിയോ? വിരിയും. ജനുവരിയിലാണോ വിരിഞ്ഞ? അല്ല, മെയ്. മെയിലാണ് വിരിഞ്ഞത്. മെയ്യിൽ വിരിയുമോ? മെയിലാണോ? മെയ് മാസം മനസ്സിനുള്ളിൽ ചെപ്പുകിലുക്കാൻ പമ്മി പറക്കും. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? ഇന്നൊരു സ്പെഷ്യൽ സന്തോഷം ഇല്ലേ? ഭയങ്കര സന്തോഷം. മഞ്ഞ റോസിനകത്ത് എന്താ കാരണം? ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ടോ? പപ്പ ദുബായ്. ദുബായിൽ നിന്ന് വന്നിട്ട് എന്ത് കൊണ്ടുവന്നു? അതെ, മിഠായും. അല്ല, നമുക്ക് ഞങ്ങൾക്ക് എവിടെ? ഹലോ, വെൽക്കം ടു ടോപ്പ് സിംഗർ. ഹായ്, നമസ്കാരം. ദുബായിലെവിടെ? ദുബായില് റോള. അപ്പൊ എങ്ങനെയുണ്ട് മോളുടെ പാട്ട്? ടെലിവിഷനിലല്ലേ കേൾക്കണേ? അപ്പൊ എങ്ങനെയുണ്ട്? ഇവള് അങ്ങനെ വലിയൊരു സംഗീത പാരമ്പര്യം ഒന്നുമില്ല ഞങ്ങക്ക്. ഇവള് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. ഈ സംഗീത പാരമ്പര്യം എന്ന് പറയുന്നില്ലേ, യാതൊരു സംഗീത പാരമ്പര്യം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാനും. അതുകൊണ്ട് അതിൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞോട്ടെ. ആദ്യം ടാലന്റ് ആണ്, മോക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്. അതാണ് നമ്മുടെ ശക്തി, തീർച്ചയായിട്ടും. അപ്പൊ ഈ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ദുബായിൽ നിന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്നു ഈ ഒരു പെർഫോമൻസിന് വേണ്ടി വന്നില്ലേ, അതൊരു സഭാഷാണ് കേട്ടോ. അതിനൊരു നല്ല കൈയടി കൊടുക്കണം. തൊട്ടടുത്ത് ചേച്ചിയാണോ? എന്താ ചെയ്യണേ? ഞാൻ എൻട്രൻസിന് കോച്ചിങ് കഴിഞ്ഞു. അപ്പൊ എസ്തറിന്റെ ഗാർഡിയൻ ഏഞ്ചലാണോ? അങ്ങനെയും പറയാം. വീട്ടിലെങ്ങനെയാണോ? ഓ, ഫ്രണ്ട്സിനെ പോലെയാ? അല്ല, ആ പറച്ചിൽ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അടി അടി. ഓ, നല്ല കൂട്ടുകൾ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. അടി എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിയാണോ സൂപ്പർ സുപ്രീം അടിയാണോ? രണ്ടാമത്തെ. സമാധാനത്തോടെ ടിവിയും വെച്ച് അവിടെ മര്യാദക്ക് ഇരിക്കും. ചേച്ചി വന്നെ ചൊറിഞ്ഞിട്ട് അത് മാന്ത് കൊടുക്കും. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് TV റിമോട്ട് എടുത്തിട്ടു. അവിടെ അടിയാവും. അതെങ്ങനെ അടിക്കും? തല്ലൂടും. ചേച്ചി എന്നെ മാന്തും. രണ്ടുപേരും കൂടെ ചേച്ചിയുടെ വിഷമം. വീട്ടില് സംഘർഷ അവസ്ഥയാണോ? അതെ, അടിയൊക്കെ തീർക്കുന്നത് അമ്മ. TV ഒക്കെ കട്ട് ചെയ്ത് രണ്ടുപേരും TV കാണണ്ട. അതാണ് അമ്മയുടെ ഒരു ഡിപ്ലോമസിയുടെ ഒരു ഭാഗം. അത് എല്ലാ വീട്ടിലും നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും TV കാണണ്ട. ആരോട് പക്ഷപാതം ഒരു ബാലൻസിൽ എത്തിക്കൂടെ? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വേഗം കൊണ്ടുപോയി ഞാൻ ഹോസ്റ്റലിലാക്കി. അയ്യോ, അപ്പൊ കുറച്ചൊരു സമാധാനായി. പക്ഷെ എസ്തർ കുട്ടിക്ക് ചേച്ചിയെ മിസ് ചെയ്യുന്നില്ലേ ഹോസ്റ്റലിൽ പോയപ്പോ? ചെറുതായിട്ട്. അതാണ്. അപ്പൊ ഇന്ന് പാട്ട് ഏതാണ്? ഒളിച്ചിരിക്കാൻ. ബാക്കി ഡീറ്റെയിൽസ്. സിനിമ ആരണ്യകം, ഇയർ 1988, ലിറിക്സ് ONV സർ, മ്യൂസിക് രഘുനാഥ് സർ. ഇപ്പൊ എനിക്ക് രഘുനാഥ് സേത്തിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. പണ്ഡിറ്റ് രഘുനാഥ് സേത്ത്. അതേ ഒരു ഗ്രേറ്റ് ഫ്ലോട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോ ബാസുരി ഉണ്ടല്ലോ, നമ്മുടെ ബാസുരിയിൽ ഇപ്പൊ നമുക്ക് 8 സുഷിരങ്ങൾ കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന 7. നമ്മൾ ബ്ലോ ചെയ്യുന്നത് ഒരു സുഷിരാണ്, ബാക്കി 6 കൂടെ ചേർക്കുമ്പോഴത്തേക്കും 7. അങ്ങനെയാണ്. ഇപ്പോൾ 8 കാണാൻ പറ്റും. ബാസുരി ഉണ്ടോ കയ്യിൽ? അതിൽ എത്ര സുഷിരങ്ങളുണ്ട്? 8 ഉണ്ട്. ഈ 8ാമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മഹാനുഭാവനാണ് ഈ രഘുനാഥ് സേത്ത്. അതുവരെ 7 മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം ചെയ്തിരുന്ന പറഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡിന്റെ ഈ ചെറു വിരലില്ലേ, ആ ചെറു വിരലിൽ വെച്ചിട്ടാണ് ഏറ്റവും ബേസ് ഉള്ള. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഒന്ന് വായിച്ച് കാണിക്കാം. അത് അതാണ്, കണ്ടില്ലേ? അതാണ് അത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അദ്ദേഹം ഒരുപാട് ഡോക്യുമെന്ററീസിനും സിനിമകൾക്കും ഒക്കെ സംഗീതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ നമുക്ക് വലിയ ഭാഗ്യമാണ് അദ്ദേഹം ഈ പാട്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനാണ് രഘുനാഥ് സേത്ത്. അദ്ദേഹത്തിനെ പറ്റി ആരും സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനുള്ള വലിയ കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹത്തെ പിന്തുടർന്നാണ് പിന്നെ ഹരിപ്രസാദ് ചൗരസിയ സർ ഈ ബാസുരി കൂടുതൽ ആ രീതിയിൽ വായിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഒളിച്ചിരിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുന്നേ. ഓ
ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി നൈസ്. ഹലോ ഹായ്. ഒപ്പനയും കളിക്കാറുണ്ടല്ലേ? +1 +2 ഞാൻ കലോത്സവത്തിന് നിന്നിട്ടുണ്ടായിരുന്നു. ഒപ്പനയ്ക്ക് അല്ല, തിരുവാതിരക്ക്. തിരുവാതിര ഒപ്പന? ആ, ഒപ്പന ഉണ്ടായിരുന്നു. അതില് മണവാട്ടിയോ അത് കൂടെ കളിക്കാൻ കളിക്കാനായിട്ട്. ആണോ? ചേച്ചി ഏത് പാട്ടാ പാടാറുള്ളത്? എനിക്കറിയാത്ത പാട്ടുകൾ ഞാൻ ഇവളുടെ കൂടെ പാടാൻ വേണമെങ്കിൽ. ആ ഏത് പാട്ടാ? നിങ്ങളൊരു തീരുമാനത്തിൽ ആദ്യമായിട്ട് ഇത്ര സ്നേഹം അങ്ങോട്ട് ഇതിനുള്ള അടി വീട്ടിലെത്തിയിട്ട് കിട്ടും. ഇതിനൊക്കെ കൊതിയോടെ നോക്കുക. ഓ ഇങ്ങനെ അത്ഭുതത്തോട് നോക്കാതെ. അല്ല രണ്ട് mic ഉണ്ട്. അനിയത്തിക്ക് മൈക്കുണ്ട്. ചേച്ചി പിടിച്ചോ? ആ പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വിടരുന്നേ മണ്ണിൽ പുതുമഴ വിടരുന്നേ പെരിയോനേ പഠിക്കോ. പെരിയോനേ മതി മതി. ശരി ഓക്കെ എന്തായാലും കൊള്ളാം. സെൻസ് ഉണ്ടല്ലോ, സെൻസ് ഫോർ മ്യൂസിക് അതുണ്ടല്ലോ. ചേച്ചി പറയട്ടെ, മോക്ക് മാർക്ക് വേണോ കൊടുക്കണോ? ആ, നല്ല മാർക്ക്. നല്ല മാർക്ക്. സ്നേഹം സ്നേഹം. എത്ര കൊടുക്കണം? 100 പറയാ. അവിടെ പറയണ പോലെ അല്ല, ഇവിടെ പറയണ പോലെയാണ്. കുഴപ്പമില്ല. എത്ര? ഇനി ആടി കൂടുതലെന്ന് ഉറപ്പാണ്. ഉറപ്പ്. ഉറപ്പെങ്കിൽ വെറുതെ പറയാ. ഉറപ്പായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനല്ല ചെയ്യണേ, ചേച്ചിയാ ചെയ്യണം. 95 ആണോ? കുറച്ചും കൂടി. 96.05. ആ, അവള് കൊല്ലുവാടി. 96.25. അല്ല, കുറച്ചും കൂടി. ഇനി കുറച്ചും കൂടി. ആ, 96.5. ഇച്ചിരി കൂടി. ഇത് ലേലമാണോ? കൊടുക്കാം. It is going to be 96.75 out of 100 today. താങ്ക് യു. ഹാപ്പി ആണല്ലോ? ഇനി വയലൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. നല്ല കുട്ടികളായിട്ടിരിക്കണം. ഓൾ ദ ബെസ്റ്റ്. ഈ പാട്ട് വേണ്ടേ? പോലെ പോലെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈരനാമൊരിന്ദു കിരണം പൂവു ചാത്തിയ പോലെ കന്നി പൂങ്കവിളെ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തേൻതുമ്പിയോ പൊന്നരയാലെ മറഞ്ഞിരുന്ന് നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ ഓ കണ്ണിൽ പൂങ്കവിളെ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ ഹാപ്പി അല്ലേ രണ്ടുപേരും? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ. ടാറ്റാ.